ആശയാദർശങ്ങൾ പഠിക്കാനും പരിശുദ്ധമായ ദീനീ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സഭ്യമല്ലാത്ത നീക്കങ്ങളിൽ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ആശങ്കകൾ പങ്കുവെക്കാനുമാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇന്ന് കേരളത്തിൽ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇന്ന് ജോലിക്ക് പോകാതെ കാശ് കിട്ടിയ ദിവസം. ഓരോ കുപ്പി വെള്ളവും. അങ്ങനെ ഒരു വെള്ള വിതരണം ഏകദേശം കാരന്തൂർ മർക്കസിൽ ഇന്ന് നടന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ ഒരു ഫലം വളരെ ശക്തമായ നിലയിൽ അതുകൂടി ഇന്ന് അനുഭവിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശരിയല്ലെന്ന് ഉറപ്പുള്ളൊരു കാര്യം ചെയ്യാൻ നിർബന്ധിതനാകുന്ന മനുഷ്യൻ, അയാളാണ് ചരിത്രത്തിലെ ഏറ്റവും പരിഹാസ്യം. നാട്ടിലെ ഏതെങ്കിലും ഒരാൾ മതപരമായ തെളിവില്ലാത്തൊരു കാര്യം നിർവഹിച്ചാൽ അതൊരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയാണെന്ന് പറയാം. നേരെ മറിച്ച് പഠിച്ചതിനെതിരെ, പഠിപ്പിച്ചതിനെതിരെ, മുസ്ലിം ഉമ്മത്ത് വിശ്വസിച്ചതിനെതിരായ ഒരു കാര്യം ജനമധ്യത്തിൽ വെച്ച് നിർവഹിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പരിതാപകരമായ അവസ്ഥ. അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ന് അനുഭവിച്ചത്. ഒന്നുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഔറത്ത് മറക്കണം എന്ന് പഠിക്കുകയും ഔറത്ത് മറക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ആ അധ്യാപകൻ താൻ പഠിച്ചതിനും പഠിപ്പിച്ചതിനുമെതിരായി സ്വന്തം വിദ്യാർത്ഥികളുടെ മുമ്പിൽ നഗ്നനായി നടക്കേണ്ടി വരിക എന്നത് അതൊരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. ഇതുപോലെ സയ്യിദുനാ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര ശ്രേഷ്ഠതകളെ സമൂഹത്തിന്റെ മുൻപിൽ പറഞ്ഞു കൊടുക്കുകയും അവിടുത്തെ അമാനുഷികത നാടിന് പ്രസംഗിക്കുകയും ചെയ്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹം പിരിച്ചുവിട്ടാലും പിരിഞ്ഞു പോകാത്ത ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണക്കാരനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നേരല്ല മുടിമുക്കിയ വെള്ളം കൊടുക്കേണ്ടി വന്ന ഗതികേട്. അതേപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകതയായി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മുഴുവനും പഠിപ്പിച്ച പഠിപ്പിക്കുകയും ചെയ്തൊരു പണ്ഡിതൻ തീ കത്തുന്ന മുടി നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വന്ന ഒരു ഗതികേട്. അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ ശരീരത്തെ ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും വരച്ചു കാണിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും സമ്പൂർണതയുള്ളത് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതായത് എത്ര നീളമുണ്ടായിരുന്നു, എന്ത് വാസനയായിരുന്നു, ശരീരത്തിന്റെ വർണ്ണം എന്തായിരുന്നു, തലയുടെ രൂപമെന്തായിരുന്നു, കാൽപാദങ്ങൾ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും വളരെ വിശാലമായി അവരുടെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാമിയങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നടക്കുമ്പോൾ ഭൂമിയോളം പതിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാലുകൾ,
നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുലുങ്ങുന്ന മനോഹരമായ ചെവിക്കുന്നിയും ഇസാർ മാത്രം ധരിച്ചിരിക്കുമ്പോൾ വയറ്റിൽ തെളിഞ്ഞു കാണുന്ന 3 വരകളും അവിടുത്തെ നെഞ്ചിൽ രോമമുണ്ടായിരുന്നില്ല എന്നും ഷറഫാക്കപ്പെട്ട മുലയുടെ ചുറ്റും കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നെറ്റിയിൽ മനോഹരമായ 3 വരകൾ ഉണ്ടായിരുന്നുവെന്നും ചെവിക്കുന്നിയോളം നീണ്ട മുടിയും പെരടിയോളം ചെവിയിൽ തട്ടി നിൽക്കുന്ന മുടിയും ചെവിക്കുന്നിയോളമുള്ള മുടിയും പെരടിയിൽ തട്ടി നിൽക്കുവോളമുള്ള മുടിയും ഇങ്ങനെ മനോഹരമായ മുടിയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായതെന്ന് സഹാബികൾ പറഞ്ഞു. ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗങ്ങളെ മറ്റു ചില തിരക്കുകൾ കാരണം ഞാൻ സംഗ്രഹിക്കുകയാണ്. അതായത് പരിശുദ്ധമായ ഇസ്ലാമിക പണ്ഡിതന്മാർ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അയാൾ ഓതിപ്പടിച്ച കിതാബിലും ഇതാണുള്ളത്, ഞങ്ങൾക്ക് ഓതി തന്ന കിതാബിലും ഇതാണുള്ളത്, ഇന്നും ഓതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കിതാബിലും ഇതാണുള്ളത്. പെരടിയിൽ തട്ടുന്നതിനേക്കാളും അപ്പുറമുള്ളൊരു മുടി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല എന്ന് പഠിപ്പിക്കുന്ന കാന്തപുരം, ഒരു മനുഷ്യനേക്കാളും നീളമുള്ള മുടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് എന്ന് പറയേണ്ടി വന്ന ഗതികേട്. ഔറത്ത് മറക്കൽ നിർബന്ധമാണെന്ന് പഠിപ്പിച്ചൊരു അധ്യാപകൻ നഗ്നനാകുന്ന ഗതികേട്. ഇതിലും വലിയൊരു മാനക്കേട് വേറുണ്ടോ? ഞാൻ പറയണ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ അല്ലേ? സമൂഹത്തോടൊക്കെ അയാൾ ദർസ് നടത്തുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി പെരടിയിൽ തട്ടുന്നതിന്റെ അപ്പുറത്തേക്കുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ പരിചയപ്പെടുത്തുന്ന മുടി കിലോമീറ്ററുകളോളം നീളമുള്ളത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? ഇപ്പൊ പുതിയൊരു വാദം കൊണ്ടുവരുന്നുണ്ട്. അതെന്താ? ഇന്ന് തുടങ്ങിയതാണ്, ഉടനെ പുറത്തെത്തും. ജാലിയാവാലയുടെ മുടി അല്ലെങ്കിൽ എതിർക്കണുള്ളൂ, എന്നാലും ഹസ്റജ് ഇരുന്നൊരു മുടി അവിടെ ഉണ്ടല്ലോ. ഇത് പറയുമ്പോൾ എനിക്കൊരു നാടൻ തമാശയാണ്. പണ്ടൊരാളുടെ വീട്ടിൽ 4 അതിഥികൾ വന്നു. അയാളുടെ വീട്ടിൽ പഞ്ചസാര ഉണ്ടായിരുന്നില്ല. 4 പേർക്കും ചായ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, പഞ്ചസാര കുറവായതുകൊണ്ട് ഏതോ ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. സത്യത്തിൽ 4ലും പഞ്ചസാരല്ല. കുടിച്ച് ഓരോരുത്തരും കരുതി അതെനിക്കാവും, മറ്റാൾ കരുതി അത് ഞാനാവും. ഇങ്ങനെ 4 ആളും കരുതിയത് പോലെയുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ പുതിയ വാദങ്ങളിലൂടെ ഉണ്ടാകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ഒരു കളി ദീനീ രംഗത്ത് സ്വീകാര്യമല്ല. ഇവിടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റു ചില കച്ചവട താല്പര്യങ്ങളുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധമായ ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ആശയപരമായി ചിന്തിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ വന്നുപോയിട്ടുണ്ട്. അവർക്കൊക്കെ ആളുകൾ ആകർഷിക്കാൻ കഴിയും. ചില വിശ്വാസം അത് നഷ്ടമാണെന്ന് തോന്നിയാലും ആചാരങ്ങൾ നിലനിൽക്കാറുണ്ട്. പഴയകാലത്ത് ശബരിമലക്ക് പോയിരുന്നവർ മനസ്സിലാക്കിയത് മകരവിളക്ക് അവിടെ ഓട്ടോമാറ്റിക് തെളിയുന്നതാണ്, അല്ലേ? പിന്നീടത് ചിലപ്പോൾ കത്തിക്കുന്ന വിളക്കാണെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോർട്ടിൽ പറഞ്ഞിട്ടും മകരവിളക്ക് ദർശനത്തിന്റെ ആള് കുറഞ്ഞോ? ഇതുപോലെ ചില ആളുകൾ വെള്ളം വാങ്ങാൻ പോയിട്ടുണ്ടാകാം. ആ കാണുന്ന ആൾക്കൂട്ടം വരുമ്പോൾ നിങ്ങൾ മകരവിളക്ക് മറക്കരുത്. മകരവിളക്ക് ഓട്ടോമാറ്റിക് ദൈവികമായി തെളിയുന്നതാണെന്ന് വിശ്വസിച്ചിരുന്നു പോയിരുന്ന സ്വാമിമാരുണ്ട്. പിന്നീട് കഴിഞ്ഞ കൊല്ലാണ് ദേവസ്വം ബോർഡ് അത് ഞങ്ങൾ കത്തിക്കുകയാണ് പൊന്നമ്പലമേട്ടിൽ എന്ന് പറയും. എന്നതുകൊണ്ട് ശബരിമലയിലെ മകരവിളക്കിന് തിരക്ക് കുറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇതുപോലെ ആദ്യം കാന്തപുരം മുടി കൊടുത്തപ്പോൾ, ഇത് വെള്ളം കൊടുത്തപ്പോൾ ഇത് മുത്തനബിയുടെ മുടിയാണെന്ന് വിശ്വസിച്ചു പോയ ചിലർ
പിന്നീട് അത് അദ്ദേഹം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞപ്പോഴും വെള്ളം വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ലോകത്തങ്ങനെ ചിലതൊക്കെ നടക്കാറുണ്ട് എന്നാണ് അതിന്റെ സ്വാഭാവികമായ മറുപടി. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. നമുക്കിവിടെ അയാൾ മുടി മുക്കുന്നുണ്ടോ ഇല്ലയോ, വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് തുടങ്ങിയ ചർച്ചകൾക്കൊന്നും വലിയ പ്രാധാന്യം കാണുന്നില്ല. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിന് സഹാബത്ത് അംഗീകരിച്ചിരിക്കുന്ന പ്രത്യേകതകളും സഹാബത്ത് പഠിപ്പിച്ചതായ ശൈലിയും മാറ്റുന്നത് വലിയ അപകടമാണ്. ഉദാഹരണം, ഒരാൾ വന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കറുത്ത മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് കളവ് പറഞ്ഞ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഷണ്ടി ഉണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ കാന അളീമുൽ ജുമ്മ എന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹും ഹദീസിൽ പറഞ്ഞതിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമിതമായ നീളമുണ്ടായിരുന്ന ആളാണെന്നൊരാൾ പറഞ്ഞാൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർദൂഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊത്ത മനുഷ്യനായിരുന്നു എന്ന് ഹദീസിൽ പറഞ്ഞതിനെതിരാണ്. അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് നീളമുള്ള മുടി ഉണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി യളിബു മൻകിബിഹി, അവിടുത്തെ പെരടിയിൽ തട്ടും എന്ന് പറഞ്ഞ ഹദീസിനെതിരാണ്. ഇങ്ങനെ പറയുന്ന ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് കളവ് പറഞ്ഞവരാണെന്ന കാര്യം സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാണ്ടോ ഞാൻ പറയുന്നത്? എന്നിട്ടൊരു ചോദ്യമാണ്, നബി തങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞാൽ മതി, അതിനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. പുതിയ പുതിയ വാദങ്ങൾ ഇങ്ങനെ കേൾക്കൽ തുടങ്ങിയപ്പോൾ ആരാടോ ചേർത്ത് പറയേണ്ടേ? ആരാ ചേർത്ത് പറയേണ്ടേ? അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ, അതല്ലെങ്കിൽ കാന്തപുരമോ? പറയൂ, നബി തങ്ങളിലേക്കൊരു കാര്യം ചേർത്ത് പറയാനുള്ള അധികാരം ആർക്കാണ്? മിസ്കാത്തിന്റെ മുഖദ്ദിമ കിതാബ് തിരിക്കുന്ന ഉസ്താദിൽ നിന്ന് ഓതി പഠിച്ച ഒരാൾക്കും ഈ വിഷയത്തിൽ സംശയം ഉണ്ടാവാൻ പാടില്ല. ഇത്ര വിവരക്കേടുകൾ പറഞ്ഞു നടക്കുന്നവർ ഈ പരിപാടി അവസാനിപ്പിച്ച് മറ്റെന്തെങ്കിലും വഴിപേടണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. സയ്യിദുന അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു കാര്യം ചേർത്ത് പറയാനുള്ള അവകാശം ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹുവിനും മാത്രമാണുള്ളത്. അല്ലാതെ ലോകത്തൊരാൾക്കും അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്ത് പറയാൻ പറ്റില്ല. എത്രത്തോളം എന്നറിയോ? ആലിമു ഖുറൈശിയ്യം വഅത്ബാഖൽ അർളി ഇൽമ, ഒരു ഖുറൈശി പണ്ഡിതൻ വരാനിരിക്കുന്നു. ആ മഹാപണ്ഡിതൻ ലോകം മുഴുവൻ അറിവ് കൊണ്ട് നിറയ്ക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ച ബഹുമാനപ്പെട്ട ഇമാം ശഫഈ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ വറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു താബിഈ ഫഅല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കദാ എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നാലിന്നത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവൃത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്താൽ, ഒരു വാക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്താൽ, ഒരു തഖരീറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്താൽ, അതല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്വഭാവ ഗുണത്തെ ചേർത്താൽ, അതല്ലെങ്കിൽ അവിടുത്തെ ഒരു ശരീരത്തിന്റെ ഗുണത്തെ ചേർത്താൽ, ആ പറഞ്ഞ വാക്കിനെ തെളിവാക്കി സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇമാം ശഫഈ റളിയല്ലാഹു അൻഹു നിസ്സംശയം പറഞ്ഞു. ഇത് പഠിപ്പിക്കുന്ന ശാഫിയാക്കൾ ഈ പറയുന്നത് മനസ്സിലായില്ല. മിസ്കാത്തിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടില്ലേ, റിവായത്തിന്റെ അങ്ങേ തലയിൽ നിന്ന് സഹാബി നഷ്ടമായാൽ ഫൽ ഹദീസു മുൻഖതിഉൻ, അവിടെ ഹദീസ് മുൻഖതിആണ്. വൽ മുൻഖതിഉ ലാ യുസ്തദല്ലു ബിഹി, മുൻഖതിആയ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കപ്പെടില്ല എന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്.
അപ്പോ നമ്മൾ പറഞ്ഞതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്ത് പറയാനുള്ള അധികാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കോ അയാൾ മുശാവറയിലെ 40 മെമ്പർമാർക്കോ എന്നല്ല, താബിഈങ്ങൾക്ക് പോലും വകവെച്ചു കൊടുക്കാത്ത പണ്ഡിത തറവാട്ടിലെ കാരണവരായ ബഹുമാനപ്പെട്ട ഇമാമുനാ ശഫഈ റളിയല്ലാഹു അൻഹുവിന്റെ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കാന്തപുരത്തിന്റെ കൊട്ടാരത്തിലെ മുടിയിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേർത്ത് പറഞ്ഞ വ്യക്തിയുടെ പേരെന്താണെന്ന് പറയാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിനുള്ള തന്റെ കാണിക്കണേ. ആരാ ചേർത്ത് പറഞ്ഞാൽ? ഇവർ ഇന്ന് വന്നിട്ട് ചേർത്ത് പറഞ്ഞു. ഏതെങ്കിലും ഇമാമികള്, അയലാസനത്തിനെ പോലുള്ള ഏതെങ്കിലും ഇമാമികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എന്തെങ്കിലും ചേർത്ത് പറഞ്ഞാൽ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ആര് ചേർത്ത് പറഞ്ഞാൽ? ഇവിടെ തോന്നിവാസം പറയാന ആരാണ് ചേർത്ത് പറയാൻ അധികാരമുള്ള ആളുകൾ? ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തളിപ്പറമ്പെന്ന് കുപ്പി കൊണ്ടുവന്ന ആൾക്കാരുണ്ടെങ്കിൽ ചേർത്ത് പറഞ്ഞ കുപ്പിയാണ് പറഞ്ഞാൽ മതി. എന്താരണം? സഹാബത്ത് സ്വീകരിച്ചതാണെങ്കിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ സനത് വെച്ച് അപ്പൊ പറഞ്ഞത് അവരുടെ സനത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? എയർ ഇന്ത്യ എക്സ്പ്രസ് കാലാവസ്ഥ മോശമായതുകൊണ്ട് കൊച്ചിയിൽ ഇറങ്ങിയതാണ്, ഇങ്ങോട്ട് വരണ്ടേ ഉള്ളൂ. കാലത്രയായി, സനത് അവിടെ തിരിഞ്ഞല്ലോ. അപ്പൊ സഹാബത്താണ് ഇതിന് അവകാശമുള്ളവർ, സഹാബത്താണ് ചേർത്ത് പറയേണ്ടത്. അങ്ങനെ വന്നാൽ അയലാസനത്ത് പറഞ്ഞതുപോലെ അതിനെ താബിഈങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടാകും, താബിഈങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടാകും. അങ്ങനെ അറിയപ്പെട്ടൊരു കാര്യത്തിന്റെ സനത് നഷ്ടമായി എന്നതുകൊണ്ട് ആ വസ്തുവിനെ നിരാകരിക്കാൻ പറ്റില്ല. കാരണം സഹാബത്ത് സ്വീകരിച്ചു എന്നത് തന്നെയാണ് തെളിവ്. അസ്സഹാബത്തു കുല്ലുഹും അദൂലി, സഹാബികൾ മുഴുവൻ നീതിമാന്മാരാണ്. അസ്സഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ബിഹിഖ്തദൈതും, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്. നിങ്ങൾ ആരെങ്കിലും അവരോട് തുടർന്നാൽ നിങ്ങൾ വിജയം വരിച്ചു. ഞങ്ങൾ ചോദിച്ചതിന്റെ കാരണം അതാണ്. ഇപ്പൊ ചോദിക്കല് വെള്ളം കുടിച്ചാൽ ആളെ കിട്ടില്ലേ? ആ ചോദ്യം ഇനി ചോദിക്കരുത്. മകരവിളക്ക് നടക്കുന്ന കേരളമാണ്. ഇനിയും കിട്ടും. ആളെ കിട്ടുന്നുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളിത് പറയേണ്ടി വന്നത്. ഇതഭിപ്രായം അല്ലേ? ഏതെങ്കിലും ഒരു ബോംബെക്ക് ഒരാൾ കരിക്കും കച്ചവടത്തിന് പോയി, ഗതികേടിന് അയാൾ ജാലിയവാലിനെ കണ്ടു. ജാലിയവാൽ അയാൾക്ക് ഒരു പെട്ടി മുടി കൊടുത്തു. അയാളെ കൊണ്ടേ തളിപ്പറമ്പിൽ വെച്ചിട്ട് എന്നിട്ട് മുത്തനബിന്റെ മുടിയുണ്ട് എന്നാ പറയും. സുഖല്ലേറ്റ് പറയണം അല്ലെ? അങ്ങനെ പറയുള്ളൂ അല്ലെ? അല്ലെ? ഇത് ഇയാളായതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ വേദി കെട്ടേണ്ടി വന്നത്. ആളുകളെ ആകർഷിക്കുന്നു, ആളുകളെ പറ്റിക്കുന്നു, സമുദായം അതിൽ കുടുങ്ങുന്നു. അവർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ നീളമുള്ള മുടിയുള്ള ആളായി വിശ്വസിക്കുമെന്നും പേടിച്ചതുകൊണ്ടാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു വസ്ഫിനെ ചേർത്ത് പറയൽ, ആ സഹാബത്ത് പറയാത്ത വസ്ഫിനെ ചേർത്ത് പറയൽ കദിബാണ്. നബി തങ്ങളുടെ മേലിൽ കദിബ് പറയുന്നവന് ഫാസിഖ് എന്നാണ് പേര്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ദൗത്യമായതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയേണ്ടി വന്നത്. വിശ്വാസമായതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഇങ്ങനെ പറഞ്ഞ് പല രീതിയിലും പറഞ്ഞ് ഒക്കെ പൊട്ടി. അവസാനം പുതിയ വാദം കേട്ടങ്ങൾക്ക് എന്താ വാദം? ഞങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞാൽ മതി, അതിലപ്പുറൊന്നും വേണ്ട. എന്തായിരുന്നു? ഇന്നലെ ഇവിടെ ചില ആൾക്കാരെ പ്രസംഗം ഉണ്ടെന്ന് കേട്ട് ഓലോട് ചോദിച്ചു, അല്ലടോ തസവൂഫ് നിരാകരിക്കണം നിങ്ങളോട് ആരാ പറഞ്ഞു? ഞങ്ങൾ ഷൗക്കാനി പറഞ്ഞു. കൈ ഇങ്ങനെ കെട്ടണമെന്ന് ആരെ പറഞ്ഞു? ഇങ്ങനെ കൈ കെട്ടണ കുറെ ആൾക്കാരുണ്ടില്ല അല്ലേ? ഈ അടയാളം എവിടെ വേറെ ട്രാൻസ്ഫോമർ അവിടേക്ക് മൗലവിന്റെ തലയും കൂടി വെച്ച സംഭവം റെഡി. ഇങ്ങനെ തന്നെ കെട്ടണം, അല്ലെ നമ്മൾ പോയി കൊടുക്കും. ബാക്കിൽ പോയിട്ട് ഈ മറീന എഞ്ചിന്റെ ബാക്കിൽ നമ്മളെ ബോഗി ഒളിച്ച് നമ്മളും അറിയില്ലേ, ചുരുങ്ങിയ പാളം തെറ്റും. അഭിപ്രായം. അപ്പൊ ഇതിങ്ങനെ തന്നെ പോട്ടെ, ഇത് മറിയാൻ സാധ്യതയുള്ള ബോഗിയാണ് നടക്കുന്നത്. ഏതായാലും ഇതാരെ പറഞ്ഞു? ഇത് ഞാൻ ഹദീസിന് നേരിട്ട് കിട്ടിയത്. ഇന്നലെ വരെ തളിപ്പുറം ബംഗാളിലെ ഹോട്ടലിലെ സപ്ലയറായ നീ എവിടുന്നോട് ഹദീസ് നേരിട്ട് പഠിച്ച്? അത് ഞാൻ ഇന്നലെ ഖുർആൻ ക്ലാസ്സിന് വിളിച്ചു. എന്നിട്ടോ മൗലവി പറഞ്ഞാണ്. ആ ശരി. അപ്പൊ ഈ ഹദീസിന്റെ അർത്ഥം ഇങ്ങനെയെന്ന് മൗലവി പറഞ്ഞാലേ? ആ മൗലവിന്റെ അടുത്ത് നിങ്ങളോടാറ് എങ്ങനെ അർത്ഥം? ആ ഷൗക്കാന്റെ കിതാബിൽ ഞാൻ കണ്ട. അതിലപ്പുറം വേറെ പറഞ്ഞില്ലല്ലോ. ഇല്ല. അത് ശരി. അപ്പൊ ഞങ്ങള് ശാഫി ഇമാമ് പറഞ്ഞതിനെ അംഗീകരിക്കുന്നതിനെ വിമർശിക്കുന്ന നിങ്ങൾ
ഏറ്റവും ചുരുങ്ങിയത് ശൗക്കാനി പറഞ്ഞതാണ് അംഗീകരിക്കണതില്ലേ, അല്ലെ മൗലവി പറഞ്ഞാണ് അംഗീകരിക്കുന്നതില്ലേ? അത് ശരി, തർക്കമില്ല. മനസ്സിലാവുണ്ടല്ലോ. പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകരുത് നമ്മളോട് ആര് പറഞ്ഞു? ഇമാം ഷാഫി തങ്ങൾ. കൊണ്ടുപോകണമെന്ന് ആരെ പറഞ്ഞു? മൗലവി. നിസ്കാരം 3 വക്തുള്ളൂ എന്ന് ആരെ പറഞ്ഞു? ശേഖന്നൂരി. 5 വക്തുണ്ട് ആര് പറഞ്ഞു? അല്ല പറഞ്ഞു. തിരിയുണ്ടല്ലോ. ഇമാമിയങ്ങളെ കെലിമയിൽ നിന്ന് തെറ്റി പലരും പല ഒറ്റപ്പെട്ട വാദങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ സ്വീകരിക്കപ്പെട്ടോ നിരാകരിക്കപ്പെട്ടോ എന്നതല്ല പ്രശ്നം, പറഞ്ഞു ദീനിനെതിരാണോ? മനസ്സിലാവുണ്ടല്ലോ. ഞങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞാൽ മതി, തെളിവ് വേണ്ട എന്നാ പേരോട് പറയുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന്റെ പേരെന്താണ്? തഖ്ലീദ്. എന്താ പറയാ? തഖ്ലീദ്. അതിന് ദീനിൽ എന്താ പറയാ? അഖദുൽ ഖൗലി മിൻ ഗൈരി മഅരിഫത്തി ദലീലി. തെളിവ് അന്വേഷിക്കാതെ ഒരു പണ്ഡിതന്റെ കലാമിനെ സ്വീകരിക്കുക. ഇതാർക്കേ പറ്റുള്ളൂ? മുത്തലക്കൻ മുജ്തഹിദിനെ പറ്റുള്ളൂ എന്നാ ഉലമാക്കന്മാരിൽ ഭൂരിപക്ഷവും പറയുന്നത്. അതല്ല, തർജീഹിന്റെ മുജ്തഹിദീങ്ങളെ കൗലിനെ അവർ റാജിഹാക്കിയ മസലകളിൽ മാത്രം ദലീലുകൾ തേടാതെ സ്വീകരിക്കാം എന്ന അഭിപ്രായം ഫവായിദുൽ മക്കിയ്യ തുടങ്ങിയ ഫിഖഹിന്റെ ഇസ്തിലാഹത്തുകൾ പറയുന്ന കിതാബുകളിലുണ്ട്. അതിന്റെ താഴെയുള്ള ഒരാളെയും സുബ്കി ഇമാം, സുയൂത്തി ഇമാം തുടങ്ങിയ മഹാന്മാർക്ക് താഴെയുള്ള ഒരാളെയും ദലീൽ ചോദിക്കാതെ സ്വീകരിക്കൽ നിർബന്ധമില്ലാത്തതാണ് ഷാഫി മദ്ഹബില്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ ചോദിച്ചത് എന്താ തെളിവ്? മനസ്സിലാണ്ടല്ലോ. തിരിണില്ലേ? ഇങ്ങനെ പറഞ്ഞത് കേട്ടാലൊക്കെ വലിയ അപകടമാണ്. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഒന്നിച്ചു വരികയാണ്, ഒന്നിച്ചിറങ്ങി വരികയാണ്. നമുക്കൊരു പുതിയ അതിഥിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുടിവെള്ളം കൊടുക്കൽ സജീവാക്കിക്കോ, ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ചാടിക്കോളും. എന്റെ അഭിപ്രായത്തിൽ മാസത്തിൽ 2 പ്രാവശ്യം മർക്കസിൽ വെള്ള വിതരണം നടത്തണം എന്നാണ്. അതിന് എന്നെ കൊണ്ടാവുള്ള സഹായമൊക്കെ ഞാൻ ചെയ്തുതരാം. 2 പ്രാവശ്യം മാത്രമല്ല, പേരോട് ആഴ്ചയിൽ 7 ദിവസവും മുടിക്ക് തെളിവ് പ്രസംഗിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്നാലോ കൂടുതൽ ആളുകൾക്ക് കാര്യം മനസ്സിലാവും. ഇന്ന് നമുക്ക് പുതിയതായ അതിഥിയായി വന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സലീം വെളിയം നദ്വി വെളിയമ്പ്ര. അറബി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട്. കാന്തപുരം ഗ്രൂപ്പിന്റെ അറബി ഭാഷയുടെ കൈകാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സലീം നദ്വി വെളിയമ്പ്രയായിരുന്നു. അദ്ദേഹം മർക്കസ് ശരീഅത്ത് കോളേജിലെ അറബി വിഭാഗം അറബിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു. മർക്കസ് ഗാർഡൻ ജോയിന്റ് ഡയറക്ടറായിരുന്നു. റിസാലയുടെ എഡിറ്ററായിരുന്നു. പിന്നെ SSFന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. SSFന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ഇവിടെ അൽമക്കറിൽ എന്തോ RIC അതിന്റെ പ്രഥമ അൽമക്കറിലെ RICയുടെ പ്രഥമ ഡയറക്ടറായിരുന്നു. അതേപോലെ വളരെ പ്രഗത്ഭനായ ഗ്രന്ഥകാരനാണ് അദ്ദേഹം. 20ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വളരെ യോഗ്യതയുള്ള ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ. അള്ളാഹു ദീനി ഖിദ്മത്തിനുള്ള തൗഫീഖ് അവർക്ക് നൽകുമാറാവട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥി അതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും കൂടി വെള്ളം കൊട്ടിങ്ങട്. ഓരോ ജില്ലയിലും ഞങ്ങൾ പ്രധാനമായും നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ പരിപാടി കേന്ദ്രീകരിക്കാതെ ഓരോ ഗ്രാമത്തിലും കൊടുക്കണം എന്നാ. ഇത് കുടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിൽ പറയും, ഇത് മുത്തിന് പിന്നെ ഒന്നും അല്ലട്ടോ എന്ന് പറയും. അതാണ് എന്നെ കഥ. ബുദ്ധിയുള്ള ആളുകളും അറിവുള്ള ആളുകളും അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആളുകളും അതിവേഗം അവരുടെ രംഗം വിട്ടുകൊണ്ടിരിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമുക്ക് കറകളഞ്ഞ സുന്നിസമാണ് നമ്മുടെ മുദ്രാവാക്യം. അത് കാന്തപുരം പറയുന്ന സമ്പാദിക്കാനുള്ള മാനദണ്ഡമല്ല, റിയൽ എസ്റ്റേറ്റ് കച്ചവടോ ഇന്റർനാഷണൽ സിറ്റികളോ അല്ല, മറിച്ച് കറകളഞ്ഞ ആശയം കറകളഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖും അതിനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളുമായി മുന്നോട്ടുള്ള നീക്കവുമാണ് നമുക്ക് നടത്താനുള്ളത്. നമ്മുടെ സംഘടനാ രംഗത്ത് ഈ നീക്കങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പ്രസംഗിക്കാനുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് പ്രതിപാദിക്കും. സലീം നദ്വി പ്രസംഗിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തളി പ്രസംഗിക്കാനുണ്ട്. എല്ലാവരും ഒരുപാട്, നമ്മളെ നൂഞ്ഞേരി സഖാഫി പ്രസംഗിക്കാനുണ്ട്. ഒരുപാട് നമ്മുടെ രംഗത്തേക്ക് കടന്നു വന്ന ആളുകൾ, നമ്മുടെ ദീനി പ്രബോധന രംഗത്ത് സജീവമാകുന്ന ആളുകൾ
ഈ വേദിയിൽ പ്രസംഗിക്കാനുണ്ട്. എനിക്ക് ഇനിയും കുറച്ചു ദൂരെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് നിങ്ങളുമായി കൂടുതൽ സംസാരിക്കാനുള്ള സമയക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളരെ ചുരുക്കി ഒന്നുകൂടി പറയുന്നു. കാന്തപുരത്തിന്റെ ഈ തട്ടിപ്പിൽ മനംനൊന്ത് ജീവിക്കുന്ന പ്രവാചക പ്രേമികളുടെ ഹൃദയത്തിന്റെ ഭാഷയാണ് ഞങ്ങൾ പറയുന്നത്. യാതൊരു തെളിവുമില്ലാത്ത അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറയാൻ യാതൊരു രേഖയുമില്ലാത്ത, നിങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു മുടി കൊണ്ടുവന്ന് അതിനെ പുണ്യപ്രവാചകരുടെ തിരികേശമാണെന്ന് പറയുന്നത് വലിയ അപകടമാണ്. ഈ പാവപ്പെട്ട സമുദായത്തിന്റെ ഈമാൻ നശിപ്പിക്കുന്ന ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് സാന്ദർഭികമായി അവരോട് ആവശ്യപ്പെടുന്നു. രണ്ടാമത്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യം പറയാനുള്ള ത്രാണിയും അത് പ്രചരിപ്പിക്കേണ്ട ആവശ്യകതയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഈ പ്രസ്ഥാനത്തിന്റെ ആശയം പ്രചരിപ്പിക്കാനും അത് നടപ്പിലാക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മളുടെ ഈ സംഗമം ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഐക്യത്തോടെ സ്നേഹത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് പാവപ്പെട്ട നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ നജ്ജിനാ മിൻ ഫിത്നത്തിൽ ഹയാതി വമിൻ ഫിത്നത്തിൽ മമാതി വമിൻ ഫിത്നത്തിൽ ഖബരി വമിൻ ഫിത്നത്തിൽ ഹശ്ർ വമിൻ സൂഇൽ ഖളാഇ ومن سوء الحساب يا رب العالمين. اللهم انصر جندك من المشايخ والعلماء والصالحين على أعدائهم يا رب العالمين. اللهم سدد رأيهم وألف بين قلوبهم لا حول ولا قوة إلا لك يا رب العالمين برحمتك يا أرحم الراحمين. السلام عليكم.